Krishna Prasad and team from Additional Commissioner of Income Tax from Kerala. പുള്ളിയുടെ ടീമാണ് ഇവിടെ വന്നിരുന്നത്. അവർ എന്ത് ട്രബിൾ ചെയ്തൊന്നും എനിക്കറിയില്ല. അവരെ ആൻസർ ചെയ്യണം ഇത് എങ്ങനെ എന്ത് പറ്റിയെന്ന്. നമസ്കാരം. ഞെട്ടിക്കുന്ന വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. മറ്റൊന്നുമല്ല, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറും ചെയർമാനും ഒക്കെ ആയിരുന്ന, നമുക്കെല്ലാവർക്കും സുപരിചിതനും കൂടി ആയിരുന്ന, പ്രത്യേകിച്ച് ബിഗ് ബോസ് ഒക്കെ കാണുന്നവർക്ക് വളരെ വളരെ സുപരിചിതനായിരുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാനായ CJ ജോയി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വാർത്ത ഞെട്ടിക്കുന്ന വാർത്തയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൽ എടുത്തു വെച്ച് സ്വന്തമായി ഉതിർത്ത് മരിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇത്രയും ബിസിനസ്സുകളുള്ള, ഇത്രയും പണവും സാമ്പത്തികവും ഒക്കെ ഉള്ള ഒരാൾ എന്തിനു മരിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ ഞെട്ടലൂടെ കാണുന്നത്. അതിനോടൊപ്പം ഈ പറയുന്ന മരിക്കാനുള്ള കാരണം ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് മറ്റൊന്നുമല്ല, ഇഡിയുടെ റെയ്ഡ് നടക്കുമായിരുന്നു. അതായത് കുറച്ച് ദിവസമായിട്ട്, കഴിഞ്ഞ മാസം ഇഡിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. ഇഡി മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, IT അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അവർ രണ്ടും കൂടി ചേർന്ന് സമഗ്രമായ ഒരു റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റെയ്ഡ് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ പുള്ളി സ്വമേധയാ വെടിവെച്ച് മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ വെടി കൊണ്ടിരിക്കുന്നത് ചെസ്റ്റിലാണ്. അപ്പോൾ അവിടെ ഒരു ദുരൂഹത കിടപ്പുണ്ട്. എനിക്കൊരു ഡൗട്ടാണ്, ആ ചെസ്റ്റിലാണ് ഒരു ദുരൂഹത. അതുപോലെ ഈ പറയുന്ന പുള്ളിയുടെ അനുജന്റെ ഒരു കോൾ റെക്കോർഡിങ് വന്നിട്ടുണ്ട്. പുള്ളിയുടെ അനുജൻ പറയുന്ന സംഭവം പറഞ്ഞതിൻ്റെയൊക്കെ ഉത്തരവാദി ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള ഉത്തരം ആര് പറയണം, ഈ പറയുന്ന ഇഡിക്കാർ പറയണമെന്നുള്ള രീതിയിൽ ഈ പറയുന്ന അനിയൻ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ വെക്കാം. അതിന് മുമ്പ് ഈ പറയുന്ന നമ്മുടെ CJ റോയിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ബിഗ് ബോസ് തുടങ്ങിയ അന്ന് തൊട്ട് ഇതുവരെ അതിന്റെ സ്പോൺസർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന റോയിയാണ് അല്ലേ. ഇപ്പോൾ അവസാനമായ ബിഗ് ബോസ് തന്നെ അനീഷിന് അതിനുശേഷം 10 ലക്ഷമൊക്കെ കൊടുത്ത് ഒരുപാട് പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായിക്കുകയൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സജീവമായിരുന്നു ഈ പറയുന്ന CJ റോയി. അതുമല്ല, ഒന്ന് രണ്ട് സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ തന്നെ കാസനോവയൊക്കെ ഈ പറയുന്ന CJ റോയി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് ഈ ഐഡിയ സ്റ്റാർ സിംഗർ തുടങ്ങിയ അന്ന് തൊട്ട് ഇതുവരെ ഈ ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ, അതായത് ഈ ഏഷ്യാനെറ്റിലെ മിക്ക ഈ പറയുന്ന റിയാലിറ്റി ഷോകളും സ്പോൺസർ ചെയ്യുന്നത് ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെയാണ് അല്ലേ. ഇപ്പം ഇനി അങ്ങോട്ട് ബിഗ് ബോസിന്റെ വിധി എന്തായി അല്ലെങ്കിൽ ഭാവി എന്തായി തീരുമെന്നൊന്നും ഒരു പിടുത്തവുമില്ല. കാരണം ഇതുവരെ പുള്ളി ആയിരുന്നു ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ആദ്യം 1 കോടിയായിരുന്നു, പിന്നെ 50 ലക്ഷമായി, അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്ക് ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ നമുക്ക് ഈ പുള്ളിയെ സുപരിചിതനാണ് അല്ലേ. പുള്ളി എന്തിനിത് ചെയ്തു? വെറും ഒരു ED റെയ്ഡിന് വേണ്ടിയിട്ട് ഒരു ED റെയ്ഡ് നടത്തി എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന ഈ പുള്ളി ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളതാണ്. ഈ പറയുന്ന ഇൻകം ടാക്സ് IT ഉൾപ്പെടെയാണ് ഈ റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഈ പുള്ളി എന്തിന് മരിച്ചു എന്നുള്ളത് വളരെ വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ അതാ. പക്ഷേ ഈ പറയുന്ന കള്ളപ്പണം, ED എന്ന് പറയുമ്പോൾ കള്ളപ്പണം, അതായത് സോഴ്സ് ഇല്ലാത്ത പണങ്ങളോ, ഇത് എവിടെ നിന്നാണ് ഈ പണം വന്നത്? ഇപ്പോൾ ഒരുപാട് ദുരൂഹതകൾ നിൽക്കുന്നുണ്ട്. എങ്ങനെ ഈ പുള്ളി മരിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ പുള്ളി ഉണ്ടാക്കിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ടാക്സ് അടയ്ക്കാത്ത പണക്കാരിപ്പോൾ ആരായാലും കുറെ എണ്ണമൊക്കെ ടാക്സ് വെട്ടിയും കാര്യമൊക്കെ ചെയ്യും. അതിന് മരിക്കാൻ വേണ്ടി ഇത്രയും പിന്നെ സാമ്പത്തികമായിട്ട് ഉണ്ടെങ്കിൽ നിൽക്കുന്ന ഒരു പുള്ളിക്ക് എന്ന് പറയുന്ന ഈ കാറിന്റെ ഒരു ക്രേസ് ആയിട്ടൊരു ഒരു പുള്ളിയാണിത്. ഈ പറയുന്ന റോൾസ് റോയ്സ് എന്ന് പറയുന്ന കാറിന്റെ ഒരു പരമ്പര തന്നെ ഒരു കുറെ എണ്ണം ഈ പുള്ളിക്കുണ്ട്. ഈ പുള്ളിയുടെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രോഹിത് റോയ് പുള്ളിയുടെ മകനാണ്. റിയ മാരി റോയ് അത് ഈ പുള്ളിയുടെ മകളാണ്. ഈ മകൾ തന്നെ അവരുടെ ഇൻസ്റ്റയിൽ തന്നെ ഒരുപാട് എപ്പോഴും ഓരോ ദിവസം ഓരോ കാറായിട്ട് പോകും എന്നുള്ള രീതിയിലൊക്കെ കുറെ സംഭവങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എൻ്റെ ഒരു ഡൗട്ട് അത് ഞാൻ വെക്കാം കേട്ടോ. ഈ പറയുന്ന മകളുടെ ഇൻസ്റ്റയിലെ കുറെ മകൾ ആരാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കാം. ഇന്നിപ്പോൾ ഈ നമ്മളൊരു സ്വമേധയെ ഒരാൾ ആത്മഹത്യ, അതായത് പിസ്റ്റൽ എടുത്തു വെച്ച് ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വെച്ചാണ് വെടിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. ഇങ്ങനെ വെച്ചിട്ട് അതൊരു എനിക്ക് ചെസ്റ്റിലൊക്കെ വെച്ച് മുഖ്യമാരൊക്കെ ആത്മഹത്യ ചെയ്യാൻ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എന്താ മരിച്ചോളെ ടപ്പനെ ഇങ്ങനെ എടുത്ത് വെടിവെക്കാനൊക്കെ നോക്കത്തുള്ളൂ. ഈ ചെസ്റ്റിൽ എങ്ങനെ വെടികിട്ടി എന്നുള്ളത് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഇനി അതെന്താണെന്നുള്ളത് ഈ പറയുന്ന അറിയട്ടെ എന്നുള്ളതാണ്. അതിന് വാർത്തകൾ പുറത്തു വരട്ടെ. പുള്ളി എന്തിനാണ് ചെസ്റ്റിൽ വെടിച്ച് ഉടനെ തന്നെ ഇവർ പോയി നോക്കിയപ്പോൾ അവിടെ ഈ വെടികൊണ്ട് കിടക്കുകയായിരുന്നു. പിന്നെ നേരെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണൊക്കെ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി ED ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുള്ളിയുടെ അനുജന്റെ വോയിസ് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് പുള്ളിയുടെ മകളുടെ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം, ഈ സൈഡിൽ വെക്കാം കേട്ടോണേ. ഇതാണ് കണ്ടോ, റിയ മേരി റോയ് എന്നാണ് അവളുടെ പേര്. ഈ പറയുന്ന
ഇതൊക്കെ ഉണ്ടോ? Tuesday, Wednesday, Thursday, Friday, കാറുകൾ, പല പല കാറുകൾ, ഡെയിലി ഓരോ കാറ് ഉണ്ടോ? അത്രയ്ക്ക് ആ പെൺകുട്ടി കേട്ടോ, കണ്ടോ? ഇതൊരു കാറിന്റെ ഒരു കരേജ് തന്നെയുണ്ട്. കാറിന് ഒരു കാറിന്റെ ക്രേസ് ആണ് ഈ പുള്ളിക്കും ഈ പറയുന്ന വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് കാരേജ്. അപ്പോൾ ഒരുപാട് കാറിന്റെ ക്രേസ് ഈ പറയുന്ന പെൺകുട്ടിക്കും ഉണ്ട്, ഈ പറയുന്ന ഇങ്ങേർക്കുമുണ്ട്. അപ്പോൾ ഇനി ആ പുള്ളിയുടെ അനുജൻ പറഞ്ഞ ഒരു വോയിസിലേക്ക് നമുക്ക് പോവാം. അനുജൻ പറയുന്നതും കൂടെ നിങ്ങൾ കേട്ടു നോക്കട്ടോ. ഈ മരണം അതിന്റെ കാരണം എന്താണെന്നാണ് അങ്ങേക്ക് മനസ്സിലാക്കാനാകുന്നത്? എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഇൻകം ടാക്സിന്റെ ട്രബിൾ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഈ 3 ദിവസമായിട്ട്. കഴിഞ്ഞ മാസം ഡിസംബർ 3-ാം തീയതി അവർ വന്നിരുന്നു. അവരിവിടെ 4-5 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 28-ാം തീയതി തിരിച്ചും വന്നു. മിസ്റ്റർ കൃഷ്ണപ്രസാദ് ആൻഡ് ടീം ഫ്രം അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഫ്രം കേരള, പുള്ളിയുടെ ടീമാണ് ഇവിടെ വന്നിരുന്നത്. അവർ എന്ത് ട്രബിൾ ചെയ്തു എനിക്കറിയില്ല. അവരെ ആൻസർ ചെയ്യണം ഇത് എങ്ങനെ എന്ത് പറ്റിയെന്ന് ശ്രീ ബാബുറായ് ഇതിലേക്ക് പോവാനായിട്ട്. ശ്രീ ബാബുറായ്, ഇതിപ്പോ നേരത്തെ അങ്ങ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഡിസംബറിലെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും സഹോദരൻ ഈ റെയ്ഡിന്റെ ബുദ്ധിമുട്ടുകൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു ഇൻകം ടാക്സിന്റെ ട്രബിൾ ഇസ് ടു മച്ച് എന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു ഒരു 10 മണിക്ക്. ഞാൻ ആക്ച്വലി പുക്കറ്റിൽ ഒരു കല്യാണത്തിന് വന്നാണ്. ഐ എം റിട്ടേണിംഗ് ടു ബാംഗ്ലൂർ. ഇന്ന് രാവിലെ എന്നെ ഒരു 10-11 മണിക്ക് വിളിച്ച് എന്നോട് പറഞ്ഞു. ഇന്ന് രാവിലെ പോലും സംസാരിച്ചു അല്ലേ? സംസാരിച്ചു. ഇന്ന് 11 മണിക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് പറയാമോ? എന്നോട് ഇന്ന് പറഞ്ഞത് ഈ ഇൻകം ടാക്സുകാർ എപ്പോ പോകുന്ന എനിക്ക് അറിയില്ല, നീ എപ്പോഴാ വരുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ നാളെ വൈകിട്ട് 7 മണിക്ക് ബാംഗ്ലൂർ ഉണ്ടാവുമെന്ന് ഞാനും പറഞ്ഞു. ഈ സംസാരത്തിൽ വല്ലാത്തൊരു പ്രഷർ നേരിടുന്നതായി അങ്ങേക്ക് തോന്നിയോ? പ്രഷർ ഉണ്ടായിരുന്നു പുള്ളിക്ക്. ഒരു 3-4 ദിവസമായിട്ട് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ ഐ വാസ് കാമിങ് ഡൗൺ. പക്ഷെ ഈ സമയം ഇങ്ങനെ ചെയ്യുന്ന ഞാനൊന്നും വിചാരിച്ചില്ല. ഈ പറഞ്ഞ കടലാസുകളും രേഖകളും ഒക്കെ ബ്രദർ നൽകുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. He was communicating with them. Whatever they have asked, he has given it also. എന്ത് പ്രഷർ ഇൻകം ടാക്സർ ചെയ്തു എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ ബ്രദർ പോയി, അത്ര തന്നെ എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ അനിയനാണ് റോയ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല? ഒന്നുമില്ല. 100%. He has a very good bank balance. അങ്ങനെ ഒന്നുമില്ല. പുള്ളി കടത്തിലൊന്നല്ല, കടമൊന്നുമില്ല പുള്ളിയുടെ. സീറോ ബാലൻസ്, സീറോ കടമാണ് പുള്ളിയുടെ. ഈ റെയ്ഡ് എത്ര തവണ നടന്നു എന്ന് അങ്ങേക്ക് ഏകദേശം അറിയാമോ? ഈ റെയ്ഡ് ഡിസംബർ 3-ാം തീയതി വന്നു. 6-ാം തീയതി അവർ പോയി. പിന്നെ റോയ് ദുബായിലായിരുന്ന സമയത്ത് പിന്നെ വിളിപ്പിച്ചപ്പോഴാണ് 28-ാം തീയതി റോയ് ഈ ഇതിനെ ആൻസർ ചെയ്യാനായിട്ട് തിരിച്ചു വന്നത്. അവര് കൊടുത്ത ഡേറ്റിനാണ് റോയ് തിരിച്ചെത്തിയത്. 28, ഇന്നലെ 29, ഇന്ന് 30. ഇനി എത്ര ദിവസം ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഇത് ഒരു ഐ ഡോണ്ട് നോ, സോറി. ഈ റെയ്ഡ് നടക്കുമ്പോൾ വീട്ടില് മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ബന്ധുക്കൾ ഉണ്ടായിരുന്നോ? അല്ല, പുള്ളിയുടെ വീട് ദുബായ് ആയതുകൊണ്ട് പുള്ളിയുടെ ഓഫീസിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. ഈ കൃഷ്ണപ്രസാദ് ടീം, അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഫ്രം കേരള. ഈ ഓഫീസിലുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങേക്ക് പറ്റിയിട്ടുണ്ടോ? ഈ എന്താണ് സംഭവിച്ചത്? ഓഫീസിൽ കമ്മ്യൂണിക്കേറ്റ് ആരും വിടാൻ പറ്റിയിട്ടില്ല. ഇതുവരെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിട്ടില്ല. മരിച്ചതിന്റെ ശേഷം എല്ലാവരും കമ്മ്യൂണിക്കേഷനിലുണ്ട് എന്റെ കയ്യില്. ഒരു സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ റിവോൾവർ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അല്ലേ? ഉണ്ടായിരുന്നു. ലൈസൻസ് റിവോൾവർ ആയിരുന്നു. അത് പിസ്റ്റൽ ആയിരുന്നു. ഏതായാലും കണ്ടോ, പിസ്റ്റൽ ആയിരുന്നു. അതുപോലെ ഇപ്പം നമ്മുടെ കുറെ വാർത്തകൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ പുള്ളിക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ ഈ കാണും പോലെ ഒന്നല്ല, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുന്നു. പക്ഷെ പുള്ളി പറയുന്നുണ്ട് സീറോ കടമായിരുന്നു പുള്ളിക്ക്, ഒരു കടവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ള പുള്ളി ഇവിടെയും ഈ പറയുന്ന വോയിസിലും ഈ പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ID ഉദ്യോഗസ്ഥനെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അയാൾ ഇതിന് ഉത്തരം പറയണം. എന്തിനാണ് പുള്ളി മരിച്ചത് എന്നുള്ളത് അയാൾ ഉത്തരം പറയണം. 3-4 ദിവസം കൊണ്ട് തന്നെ വിളിച്ചിട്ട് പറയുമായിരുന്നു ഈ ഇൻകം ടാക്സുകാരുടെ ഒരു പ്രശ്നം, ഭയങ്കര പ്രഷറാണ്, അവരെ പുള്ളി നിരന്തരം വന്നെ പ്രഷറൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ദുബൈയിലായിരുന്നു, എന്നെ വിളിച്ചു വരുത്തി പുള്ളി വന്നതാണ്, ചോദ്യം ചെയ്യലിന് പുള്ളി വന്നതാണ്. പക്ഷെ പുള്ളി എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കാര്യമല്ല. ഇത്രയും സാമ്പത്തിക ഭദ്രതയുള്ള ഒരാള്, ഇത്രയും കോടികൾ, ഞാനിപ്പം ഈ പുള്ളിയുടെ ഇതെടുത്ത് നോക്കിയപ്പോൾ ഒരു കാറുണ്ട്,
ഒരു കാർ, അതിൻ്റെ മെയിൻ്റെനൻസ് തന്നെ ഒരു വർഷം 1.25 കോടി രൂപയാണ് എൻ്റെ ഒരു കാറിൻ്റെ മെയിൻ്റെനൻസ്. അപ്പോൾ അത്രയും വിലയുള്ള കാറുകളും അത് ഒന്നല്ല രണ്ടല്ല അങ്ങനെ ആഴ്ച ഡെയിലി ഓരോ കാർ വെച്ച് ഓട്ടിക്കാനുള്ള അത്രയും ഒരു വലിയൊരു കളക്ഷൻ ഉണ്ട് പുള്ളിക്ക്. അത്രയും ലക്ഷറി ലൈഫ് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു പുള്ളി ഒരു ED റെയ്ഡ് കാരണം, അല്ലെങ്കിൽ ഒരു IT ഒരു ഇൻകം ടാക്സിൻ്റെ ഒക്കെ റെയ്ഡ് കാരണം സമയത്തെ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞത്. പക്ഷേ റെയ്ഡ് എന്തെങ്കിലും ഈ പറയുന്ന എന്തോ ടാക്സിൻ്റെ എന്തെങ്കിലും വെട്ടിപ്പ് കാര്യങ്ങൾ അടച്ചങ്ങ് തീരുന്നതല്ലേ ഉള്ളൂ. അതിനെ പിന്നെ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാ? അതും വെടിവെച്ചത് ചെസ്റ്റിലാണ്. ഇനിയിപ്പം ആ ഒരു പ്രഷറിൽ എടുത്തു വെച്ചപ്പോൾ അറിയാതെ വെടി ഈ പറഞ്ഞ വെടി അറിയാതെ വന്നു പോയതാണോ എന്ന് അറിയത്തില്ല, അറിയാതെ സംഭവിച്ചു പോയതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ പൊതുവേ നമ്മൾ നോർമൽ ചിന്തിക്കുക പെട്ടെന്നുള്ള പ്രഷറിലാണ് ടപ്പൻ ഇങ്ങനെ ഇവിടെ വെടിവെക്കത്തുള്ളൂ. ഇങ്ങനെ നമുക്കതൊരു അൺകംഫർട്ടാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് വെടിവെക്കുമ്പോൾ അതിനൊരു ഒരു കംഫർട്ട് ഇല്ലായ്മയാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ പൊതുവേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ വെച്ച് വെടിവെക്കുക എന്നുള്ളത്. ഇങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, അത് തോക്കെടുത്ത് പിടിച്ചു വെക്കുമ്പോഴേ അറിയാവൂ. അല്ലെങ്കിൽ ഇങ്ങനെ തോക്കിന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ഈ പറയുന്ന വെടിവെക്കേണ്ടത്. എന്തായാലും ഇതിനകത്ത് ദുരൂഹതകൾ നിൽക്കുന്നുണ്ട്. എന്താണ് പുള്ളി ആത്മഹത്യ ചെയ്തത് എന്നുള്ളത്, ഇനി ആത്മഹത്യ തന്നെയാണോ എന്നുള്ളതും ഇനിയിപ്പോൾ ഈ പറയുന്ന വരട്ടെ. എന്തായാലും വളരെ ഒരു നമുക്ക് ഒരു നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളികളെ ഒരുപാട് സഹായിച്ച, ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ് പുള്ളി, അല്ലേ? എല്ലാവർക്കും സുപരിചിതനും കൂടിയാണ്. എന്ത് ചെയ്യാം, ഇത്രയേ ഉള്ളൂ മനുഷ്യർ എന്ന് മാത്രം മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തൂ. ജയ് ഹിന്ദ്.